ആലപ്പുഴ മാന്നാറിലെ കലയുടെ കൊലപാതകത്തിന്റെ ചുരുളഴിക്കാൻ പോലീസ് 4 പ്രതികളെ ചെങ്ങന്നൂർ കോടതിയിൽ ഹാജരാക്കി. മാന്നാറിലെ വീട്ടിലും കൊലപാതകം നടത്തിയ പെരുമ്പുഴ പാലത്തിലും എത്തിച്ച് വൈകാതെ തെളിവെടുപ്പ് നടത്തും. കലയ്ക്ക് മറ്റൊരാളുമായി ബന്ധമെന്ന സംശയമാണ് കൊലപാതകത്തിന് കാരണമെന്ന് എഫ്ഐആർ പറയുന്നു. എഫ്ഐആറിന്റെ പകർപ്പ് ന്യൂസ് 18 ലഭിച്ചു. അനിലിന്റെ ബന്ധുവായ സുരേഷിന്റെ മൊഴിയാണ് കേസിൽ നിർണായകമായത്. കലയെ കൊലപ്പെടുത്താനായി അനിൽ അറിയിച്ചതായാണ് സുരേഷിന്റെ മൊഴി. അനിൽ വിളിച്ചതനുസരിച്ച് പെരുമ്പഴ പാലത്തിൽ എത്തിയപ്പോൾ പാലത്തിൽ പാർക്ക് ചെയ്തിരുന്ന കാറിൽ കലയുടെ മൃതദേഹം കണ്ടു. മറവു ചെയ്യാൻ സഹായിക്കണമെന്നും അഭ്യർത്ഥിച്ചപ്പോൾ പറ്റില്ലെന്ന് അറിയിച്ചു. അത് കഴിഞ്ഞ് മടങ്ങിയതായും സുരേഷ് മൊഴി നൽകി. അതേസമയം അമ്മ ജീവനോടെയുണ്ടെന്നും പോലീസ് പറയുന്നതെല്ലാം കളവാണെന്നുമായിരുന്നു കലയുടെ മകന്റെ പ്രതികരണം. മാന്നാറിൽ എത്തിയ പോലീസ് ബന്ധുക്കളുടെയും പ്രദേശവാസികളുടെയും മൊഴിയെടുത്തു. എനിക്കൊരു ഇതില്ല, എന്തോ ഒരു ടെൻഷനില്ല. അപ്പൊ ഞാൻ ചോദിച്ചു എന്തിനാ ടെൻഷൻ, അമ്മ ജീവനുണ്ട്, അത് എനിക്കും അറിയാം. അതാണ് ഞാൻ ഒന്ന് പറയുന്നത്. ഞാൻ നോക്കട്ടെ, ഇത്താൻ തപ്പി അങ്ങനെ എന്തെല്ലാം കിട്ടിയോ, മുടി കിട്ടിയോ, അത് കിട്ടി, ഇത് പടി വാത്തും എന്തെങ്കിലും പെണ്ണുങ്ങളെ യൂസ് ചെയ്യാനാണല്ലോ പുള്ളി അങ്ങോട്ടല്ലേ പോകുന്നു. അതെന്ത് ചെയ്യുന്നു? ഞാൻ ഇന്നലെ മാത്രം പുരുഷാശം ഉണ്ടായിരുന്നു. ആ SP പറഞ്ഞപ്പോൾ ഞാൻ കേട്ട് അത് മൊത്തം ബാറ്ററാണ്. എന്തോ ബാറ്റർ അത് പറ. പിന്നെ അത് മൊത്തം എനിക്ക് അറിയാവുന്ന ഈ പോലീസ് ഉണ്ടല്ലോ, നേരത്തെ വന്നിട്ടുള്ള പോലീസ് ഇവിടെ നേരത്തെ വന്നിട്ടുള്ള ചോദിച്ചു എന്നെ മൊത്തം ഇതാണ്, വാചകമാണ് മൊത്തം ഇതാണ്. ആ കലയുടെ മോനാത്. അമ്മ ഉറപ്പുണ്ട്. അല്ല പൂജ കിട്ടില്ല. അമ്മ അമ്മ ക്ഷണിക്കൊണ്ടാണ് ഞാൻ കൊണ്ടുവരും. ഞാൻ ഇപ്പൊ എന്തോ +1 പഠിക്കുക. ഞാൻ ഇന്നലെ സ്കൂളിൽ പോകണ്ട. ഇപ്പൊ എനിക്ക് പോകാൻ പറ്റുമോ? അവിടെ എല്ലാം ഇല്ലാതെ കളിക്കൊണ്ടിരിക്കുക. അവളൊരു തെറ്റും ചെയ്തില്ലല്ലോ. ഇവന്മാരിങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കയറി പിന്നെ ഇവന്മാർ നടന്നതല്ലേ, ഇത്രയും വർഷം ഞങ്ങളുടെ കൂടെ ഒക്കെ നടന്നതല്ലേ. ഇങ്ങനെ ചെയ്തോളെ ഞങ്ങളുടെ വീടുമായിട്ട് അവരൊക്കെ നല്ല ബന്ധമുള്ളവരൊക്കെ ഇവരെ അവരങ്ങനെ കയറി നടന്നവരല്ലേ. ഞങ്ങളുടെ ആങ്ങളൊക്കെ കൂത്തുകൊളൊക്കെ ആയിട്ട് നടന്നതൊക്കെ ഇത്രയും വർഷം മറച്ചു വെച്ചിരുന്നു. അവള് വല്ലവനും കൂടെ പോകാനും പറഞ്ഞല്ലേ ഇതിങ്ങനെ പോയെന്ന് അവരങ്ങനെ തന്നെ പറഞ്ഞു. അവർ തന്നെ വലിയ പ്രശ്നമൊന്നും പിടിച്ചില്ലായിരുന്നു. അതുകൊണ്ട് എല്ലാവരും അങ്ങനെ വിശ്വസിച്ചത്. അവനങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. ഇതിനെന്താ പറ്റും നമുക്കറിയത്തില്ല. ഇപ്പോഴല്ലേ ഞങ്ങളിലൊക്കെ അറിയുന്നത്. അപ്പൊ ഞങ്ങളെല്ലാവരും അവിടെ അച്ഛൻ മരിച്ചപ്പോഴും ഞങ്ങൾ വിചാരിച്ച് വരുമായിരിക്കും. ഇങ്ങനെ കുഞ്ഞിനെ ഇട്ടു പോയത് കൊണ്ട് നമ്മൾ പറയാത്ത ഞങ്ങൾ എല്ലാവരും എന്തെല്ലാം പറഞ്ഞറിയാം. അവൻ വേറെ വിവാഹം കഴിച്ചാലില്ല, വേറെ വിവാഹം കഴിച്ചാൽ മക്കളും ഉണ്ട്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവരിങ്ങനെ ചെയ്യുന്നു. അവരൊന്നും നല്ല സ്നേഹത്തിലായിരുന്നു ആദ്യകാലത്തൊക്കെ. പിന്നെ ഇവരുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളുണ്ടായത്. അവർ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞാൽ പിന്നീട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് തന്നെ. ഇന്നലെ ഞാൻ ആ ഭാഗത്തുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ലായിരുന്നു. ഇവിടെ ഞാനിവിടെ ജോലി കഴിഞ്ഞു ഇവിടുന്ന് കൊണ്ടുവന്നെന്ന് പറഞ്ഞപ്പോഴത്തേക്കിന് ഇവന്മാരൊക്കെ ആളുകളുടെ കൂടെ നടന്നവന്മാരല്ലേ. ഇവന്മാർ നല്ല ഇത് ഞങ്ങളുമായിട്ടൊക്കെ സഹകരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇത്രയൊക്കെ കാണിക്കേണ്ട കാര്യം. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുകയാണ് മാന്നാറിൽ നിന്ന്. ആജ്ഞ, പ്രതികളെ കസ്റ്റഡിയിൽ പോലീസിന് വിട്ടുകിട്ടിയിരിക്കുന്നു. ഇന്ന് തന്നെ തെളിവെടുപ്പുണ്ടാകുമോ? എവിടെയെല്ലാം എത്തിച്ചാണ് തെളിവെടുപ്പ് ഉണ്ടാവുക? പ്രതികളെ 6 ദിവസത്തേക്ക് കസ്റ്റഡി കിട്ടുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇന്ന് തന്നെ തെളിവെടുപ്പ് ഉണ്ടാകുന്ന കാര്യത്തിൽ പോലീസ് വ്യക്തത വരുത്തിയിട്ടില്ല. എന്തായാലും ഇപ്പോഴാണ് 6 പേരെ കസ്റ്റഡിയിൽ കിട്ടിയെന്ന് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ശോഭാഗിരി
അറിയിച്ചത്. എന്തായാലും ഇത്രയും നേരം പ്രതികളെ റിമാൻഡിൽ വിട്ടിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങളായി നമ്മൾ എന്താണ് ഇതിനുള്ള പ്രൊസീജിയർ എന്നുള്ള കാര്യത്തിൽ ആകെ ആകാംക്ഷയോടെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ആകാംക്ഷയോടെ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇതിൽ കേസിലെ 2 മുതൽ 4 വരെയുള്ള പ്രതികൾ കൃത്യമായി എന്തൊക്കെയാണ് അവർ ഇതിൽ കുറ്റമേറ്റിട്ടുണ്ടോ, ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ തീരുമാനമാകാൻ വളരെയേറെ വൈകിയിരുന്നു. എന്നിരുന്നാൽ പോലും എന്താണ് ഇപ്പോൾ പോലീസിന്റെ നിലപാട്, പോലീസ് എന്താണ് ഈ കേസിൽ കാണുന്നത്, എങ്ങനെയാണ് ഈ കേസ് വീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനെ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെ കുറെ ദുരൂഹതകൾ ഇപ്പോഴും ഈ കേസിൽ അവശേഷിക്കുന്നുണ്ട്. കാരണം സേഫ്റ്റി ടാങ്ക് പൊളിച്ചെടുത്തത് കിട്ടിയത് മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ തന്നെയാണ്. ഫോറൻസിക് പരിശോധനാ ഫലം എന്താണ്, ഇത് കലയുടെ DNA-യുമായി മാച്ച് ചെയ്യുന്നതാണോ, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഇങ്ങനെയുള്ളപ്പോൾ ഒരു ചോദ്യം ബാക്കിയാകുന്നത് 15 വർഷം മുൻപ് മിസ്സിംഗ് കേസ് അല്ലെങ്കിൽ തിരോധാനം കേസ് രേഖപ്പെടുത്തിയിരുന്ന ഒരു സ്ത്രീ 15 വർഷത്തിന് ശേഷം സേഫ്റ്റി ടാങ്കിൽ കൊല്ലപ്പെട്ട നിലയിലാണ്, അല്ലെങ്കിൽ അവരെ സേഫ്റ്റി ടാങ്കിൽ കുഴിച്ചു മൂടിയതാണ് എന്ന് കേസ് കുത്തിപ്പൊക്കിക്കൊണ്ടുവന്ന പോലീസ് തന്നെ ഇപ്പോൾ കല ജീവിച്ചിരിപ്പുണ്ടോ, അല്ലെങ്കിൽ കലയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്, സ്റ്റാറ്റസ് എന്താണ് എന്നുള്ള കാര്യം വ്യക്തമാക്കാനുള്ള ഉത്തരവാദിത്വം പോലീസിന്റെ നേരെ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. കാരണം മകൻ ആരോപിക്കുന്നു അമ്മ ജീവിച്ചിരിപ്പുണ്ട്, ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന്. സേഫ്റ്റി ടാങ്ക് പൊളിച്ചപ്പോൾ കിട്ടിയ നിസ്സാര അവശിഷ്ടങ്ങൾ മൃതദേഹത്തിന് തന്നെയൊന്നും ഇനിയും കൺഫേം ആയിട്ടില്ല. ഈ പല കാര്യങ്ങളും പോലീസ് വിട്ടുപറയുന്ന സാഹചര്യമില്ല, പല കാര്യങ്ങളിലും പോലീസ് വ്യക്തമായ സ്ഥിരീകരണം നമുക്ക് തരുന്നില്ല. ഇങ്ങനത്തെ അതായത് പ്രത്യേകിച്ചും മീഡിയയോട് തീർച്ചയായും പല കാര്യങ്ങളിലും ഈ പോലീസിൽ നിന്ന് ഇനിയും വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. പ്രത്യേകിച്ചും 1ാം പ്രതിയായിരിക്കുന്നത് ഭർത്താവായ അനിൽകുമാറാണ്. അയാൾ വിദേശത്താണ്. അയാളെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള പ്രക്രിയകൾ പോലീസ് ആരംഭിച്ചു. എന്താണ് അത് സംബന്ധിച്ച വിവരം ആജ്ഞ? സൂചിപ്പിച്ചതുപോലെ 1ാം പ്രതി അനിൽകുമാറാണ്. അനിൽകുമാറിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ. പ്രത്യേകിച്ചും ഈ പറഞ്ഞതുപോലെ നേരത്തെ തെളിവ് നശിപ്പിക്കാൻ, അതല്ലെങ്കിൽ ഈ 3 പേരും 2, 3, 4 പ്രതികൾ ഏറ്റത് ഇവർ അതായത് കലയെ കൊലപ്പെടുത്തിയ നിലയിൽ അവരവരുടെ ശവശരീരം കണ്ടതാണ്, അല്ലെങ്കിൽ കുഴിച്ചുമൂടാൻ സഹായിച്ച ആളുകളാണെന്ന് ഈ 3 പേരും അവകാശപ്പെടുന്നു. എന്നാൽ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ 100% കല ജീവിച്ചിരിപ്പുണ്ടോ, അതോ ഇപ്പോഴും ഈ പറഞ്ഞതുപോലെ കല കൊല്ലപ്പെട്ടോ എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തം തന്നെയാണ്. അത് 1ാം പ്രതി അനിൽകുമാറിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ഇനി അത്തരം കാര്യങ്ങളിലേക്ക് കൂടുതൽ വ്യക്തതയുണ്ടാവുകയുള്ളൂ. അത് മാത്രമല്ല, ഇസ്രയേലിലുള്ള അനിൽകുമാറിനെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ കാര്യത്തിൽ ഈ അതായത് കലയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ടുണ്ടായ കഥകൾ, കലയ്ക്ക് ഒരു അവിഹിതമുണ്ടായതും അതുമായി ബന്ധപ്പെട്ട് അവർ നാടുവിട്ടതും എന്നിത്തരത്തിലുള്ള പ്രചരിക്കുന്ന കഥകൾ, നമ്മൾ ആ കുട്ടിയുടെ ബൈറ്റ് കേട്ടതാണ്. 1.5 വയസ്സുള്ളപ്പോൾ അമ്മ ഇങ്ങനെ പോയി. ആ അമ്മയാണ് ഇപ്പോഴും ആ മകന്റെ മനസ്സിലുള്ളത്, അല്ലെങ്കിൽ ആ നാട്ടുകാരുടെ മനസ്സിൽ ഇന്നലെ വരെ ഉണ്ടായിരുന്നത് ഈ കല എന്ന് പറയുന്ന സ്ത്രീ തനിക്ക് ഉണ്ടായ ഒരു റിലേഷൻഷിപ്പിൽ ഉള്ള ആളുമായി. അതെല്ലാം പറയുമ്പോഴും നേരത്തെ പറഞ്ഞ ആ കാര്യം, അതായത് ഈ മൃതദേഹം കലയുടേത് തന്നെയാണോ, ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചത് കലയുടേതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. അതിന് DNA പരിശോധന കഴിയേണ്ടതുണ്ട്. DNA പരിശോധനാ ഫലങ്ങൾ എപ്പോൾ ലഭ്യമാകും? പ്രത്യേകിച്ചും 6 ദിവസത്തെ കസ്റ്റഡിയാണ് പോലീസിന് നൽകിയിരിക്കുന്നത്. അതിനുള്ളിൽ തന്നെ തെളിവെടുപ്പ് ഉൾപ്പെടെ പൂർത്തിയാകേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് ഈ DNA സാമ്പിളിലുള്ള പരിശോധനാ ഫലങ്ങൾ എന്നത്തേക്ക് ലഭിക്കാനാണ് സാധ്യത? ആജ്ഞ. DNA പരിശോധന ഫലം എപ്പോൾ ലഭിക്കുമെന്ന് ഇപ്പോൾ വ്യക്തമായിട്ടില്ല സുവി. കാരണം ആ കാര്യത്തിൽ തന്നെ, അതായത് ഈ കിട്ടിയിരിക്കുന്ന അവശിഷ്ടങ്ങൾ പറഞ്ഞിരുന്നു, ഒരു സ്ത്രീയുടെ വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങൾ, ഒരു ലോക്കറ്റ്, മുടി എന്ന് പറയുന്ന അവശിഷ്ടങ്ങൾ. അതിൽ ആ മകൻ തന്നെ ചോദിക്കുന്നുണ്ട്, നോർമലി നമ്മളൊക്കെ
മകന്റെ, അപ്പൊ പിന്നെ ആരുടെ മുടി എന്നാണ് ചോദിക്കുന്നത് എന്ന് ആ മകൻ തന്നെ ചോദിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ വസ്ത്രത്തിന്റെ അവശിഷ്ടം എന്ന് പറയുന്നത് ഇതൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ആ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങൾ, അതായത് ഫോസ്ഫറസ് ആണ്, അത് പൊടിയാൻ കുറച്ച് കാലങ്ങൾ എടുക്കും. പക്ഷെ സേഫ്റ്റി ടാങ്ക് അങ്ങേയറ്റം എക്സ്പ്ലോസീവ് സാധ്യതയുള്ള അത്തരം വാതകങ്ങൾ നിറയുന്ന ഒരിടമാണ്. അതിനകത്ത് കെമിക്കൽ റിയാക്ഷൻസ് വളരെ പെട്ടെന്ന് നടന്നേക്കാം. എന്നിരുന്നാൽ പോലും ഈ ഫോസ്ഫറസ് പോലെയുള്ള, അതായത് എല്ല് പോലെയുള്ള സാധനങ്ങൾ പെട്ടെന്ന് അലിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടായിരുന്നിരിക്കുക. എന്നിരുന്നാൽ പോലും 50 വർഷത്തിന് മേലെയൊക്കെ അത്തരം എല്ലിൻ്റെ ആയാലും മജ്ജയുടേതായാലും DNA ജീൻ സാധ്യത അവിടെ തന്നെ ഉണ്ടാകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ കിട്ടിയിരിക്കുന്ന അവശിഷ്ടങ്ങൾ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളാണോ, അതല്ലെങ്കിൽ അത് കാരണം അതിൽ മനുഷ്യാവശിഷ്ടങ്ങൾ, ഡെഫിനറ്റ്ലി അതിനകത്ത് മനുഷ്യാവശിഷ്ടങ്ങൾ ഉണ്ടാവും. അത് കലയുടെ DNA-യുമായി മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. ഇല്ലെങ്കിൽ ഇവിടെ പോലീസ് മറുപടി പറയാൻ സന്നദ്ധരാവുക എന്നുള്ളതാണ്. കാരണം പോലീസിന്റെ പെരുമാറ്റത്തിലുള്ള ദുരൂഹത, പോലീസ് മാധ്യമപ്രവർത്തകരോടായാലും മറ്റു കാര്യങ്ങൾ വിട്ടുപറയാൻ കാണിക്കുന്ന ഒരു വിമുഖത, ഇത്തരം കാര്യങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം, ഇത്തരം കാര്യങ്ങൾ എന്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നൊരു സാഹചര്യം കൂടി നമ്മൾ കണക്കിലെടുക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർ പല കാര്യങ്ങൾ ചോദിക്കുമ്പോഴും പോലീസിന് അതിനൊന്നും വ്യക്തമായ മറുപടിയില്ല. നമ്മളോട് ഇത്തരം കാര്യങ്ങൾ പകർത്താതിരിക്കാൻ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യാതിരിക്കാനുള്ള സാധ്യത, എല്ലാ സാധ്യതകളും പഴുതടച്ച് അന്വേഷണം നടത്താമെന്നുള്ള ഒരു നീക്കത്തിലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഇങ്ങനെ, അതായത് 15 വർഷത്തിന് ശേഷം കലയെന്ന് പറയുന്ന സ്ത്രീയെ, മാതാറിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള കലയെന്ന് പറയുന്ന സ്ത്രീയെ 15 വർഷത്തിന് ശേഷം അവര് കൊല്ലപ്പെട്ടതാണ് എന്ന് കണ്ടെത്തിയതും എന്ന് ആരോപിച്ചതും പോലീസ് തന്നെയാണ്. അതുകൊണ്ട് അതിന്റെ ഉത്തരവാദിത്വവും പോലീസിന് തന്നെയാണ്. കല ജീവിച്ചിരിപ്പുണ്ടോ, അതല്ലെങ്കിൽ കല കൊല്ലപ്പെട്ടെങ്കിൽ എങ്ങനെ എന്നുള്ള കാര്യം ഇനി തെളിയിക്കേണ്ട പൂർണ്ണ ഉത്തരവാദിത്വം പോലീസിന് തന്നെയാണ്. സുധി, തീർച്ചയായും കലയുടെ കൊലപാതകത്തിന്റെ ചുരുളുകൾ അഴിക്കേണ്ടത് പോലീസ് തന്നെയാണ്. കലയുടെ ഭർത്താവ് അനിൽകുമാറിനെ നാട്ടിലെത്തിക്കണം. ഒപ്പം ഈ DNA സാമ്പിളുകൾ അത് കലയുടേത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. മൃതദേഹാവശിഷ്ടങ്ങൾ കലയുടേത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ലഭിച്ചതിന് ശേഷം ഇപ്പോൾ കസ്റ്റഡിയിലുള്ള 4 പേരെയും തെളിവെടുപ്പിന് എത്തിക്കും. 6 ദിവസത്തേക്കാണ് കോടതി ഇപ്പോൾ ഈ 4 പേരെയും പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ഈ സംഭവത്തിൽ ഇനിയും കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ചും കല കാണാതായതിനു ശേഷം കലയുടെ വീട്ടുകാരോ അല്ലെങ്കിൽ കലയുടെ ഭർത്താവിന്റെ വീട്ടുകാരോ ആരും തന്നെ പരാതിയുമായി പോലീസിനെ സമീപിച്ചിരുന്നില്ല. അതിലെല്ലാം തന്നെ വ്യക്തത ഉണ്ടാകേണ്ടതുണ്ട്. ഉത്തരം നൽകേണ്ടത് പോലീസ് തന്നെയാണ്. വിവരങ്ങൾ നൽകിയത് മാന്നാറിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ.